ജസൂരൻ സർ, ഷർട്ട് ഇട്ടിട്ട് മാത്രമേ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ. അത് എന്ത് ശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് അത് പറയുന്നത്? ഇത്തരം നിബന്ധനകളൊക്കെ മാറേണ്ടതാണ് തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്. വർക്കല ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ കാര്യം പറയുകയും ചെയ്തു. ഒരു നവോത്ഥാന മാറ്റം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഷർട്ടിടലുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് വേണമെന്ന് പറയുന്നു. ചില ശ്രീനാരായണീയ സന്യാസിമാരും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. എന്താണ് സാറിന് ഇതിൽ പറയാനുള്ളത്? അതായത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ഊരണം, ഷർട്ട് പാടില്ല എന്നുള്ള ഒരു കീഴ്വഴക്കം കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ പല കാലഘട്ടങ്ങളിൽ പല കീഴ്വഴക്കങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്ന ഒരു ശൈലിയാണ് സനാതനധർമ്മത്തിലുള്ളത്, അതായത് ഹിന്ദുക്കൾക്കിടയിലുള്ളത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി, അതിനുവേണ്ടി സമരങ്ങൾ അതിനു മുമ്പുണ്ടായി, വൈക്കം സത്യാഗ്രഹം പോലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പോൾ സ്വയം ഹിന്ദുക്കൾ അത് തിരുത്തി. ഇനിയും തിരുത്തപ്പെടാനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ ഒരെണ്ണമാണ് ക്ഷേത്രത്തിനുള്ളിൽ കടക്കുമ്പോൾ ഷർട്ട് അഴിക്കണം, ഷർട്ട് ഇടാൻ പാടില്ല, മേൽവസ്ത്രം പാടില്ല എന്നുള്ള നിയമം. അപ്പോൾ ഇത് നിയമമൊന്നുമല്ല, ഇതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഏതെങ്കിലും ഗ്രന്ഥത്തിന്റെ പിൻബലമില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, സനാതനധർമ്മത്തെ ഹിന്ദുധർമ്മത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഷർട്ട് ഇടണം, അല്ലെ ഷർട്ട് ഇടാൻ പാടില്ല, ഷർട്ട് ഊരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആന എഴുന്നള്ളിക്കണം എന്നൊരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇതൊരു വിവാദമാക്കി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇതിനെ ഒരു വലിയ പരിഷ്കാരം കൊണ്ടുവരുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇടതുപക്ഷം, CPM ശ്രമിക്കുന്നത്. പക്ഷേ സനാതനധർമ്മത്തിന്റെ ആചാര്യ സഭകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന്റെ ആചാര്യ സഭകളിൽ എന്ന് പറഞ്ഞാൽ സന്യാസി സമൂഹങ്ങളുടെ സംഘടനകൾ, ഈ സംഘടനകളുടെ നേതാവായിട്ടുള്ള, അതിന്റെ അധ്യക്ഷനായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികൾ, കുളത്തൂർ അദ്വൈതാശ്രമം ചിദാനന്ദപുരി സ്വാമികൾ വളരെ വ്യക്തമായി ഇത് നാളുകളായി, വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. അതായത് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരണം എന്നുള്ള ആ നിബന്ധന വേണ്ട. അങ്ങനെ വന്നാൽ മാറിയ കാലഘട്ടത്തിൽ വളരെ തിരക്കിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് ക്ഷേത്ര ദർശനം നടത്താൻ വളരെയേറെ സമയനഷ്ടം വരും. അപ്പോൾ അവർ വിചാരിക്കുക, എന്നാ പിന്നെ ക്ഷേത്രത്തിൽ ഇപ്പൊ കയറണ്ട, ക്ഷേത്രത്തിൽ പോകണ്ട എന്ന് കരുതും. ഈ ക്ഷേത്രത്തിൽ പോയാൽ തന്നെയും ഈ പറഞ്ഞതെല്ലാം ഉള്ളത് കൊണ്ട് അകത്ത് കയറാനുള്ള മടി വരും. അപ്പോൾ അങ്ങനെ കാലാനുസൃതമായി മാറ്റേണ്ട ഒന്നാണ് എന്ന് ചിദാനന്ദപുരി സ്വാമികളെ പോലെയുള്ളവർ നിരന്തരം പറയാറുണ്ട്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ഹിന്ദു പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇപ്പം വളരെ അവൈലബിൾ ആണ്. എന്തു തന്നെയാണെങ്കിലും കാലാനുസൃതമായ ഇത്തരം മാറ്റങ്ങൾ ആവശ്യം തന്നെയാണ്. പക്ഷെ അത് നടപ്പാക്കേണ്ട ഒരു രീതിയുണ്ട്. ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. പക്ഷെ മാറ്റണമെങ്കിൽ അതിനൊരു പ്രത്യേക സംവിധാനമുണ്ട്. അതായത് ദേവഹിതം മനസ്സിലാക്കുക എന്ന് പറയും. നമ്മൾ ഈ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ദേവന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ, ദേവന് ഹിതകരമാണോ അല്ലയോ. അത് ഉത്സവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ക്ഷേത്രം പൊളിച്ചു പണയുന്ന കാര്യത്തിലാണെങ്കിലും, ക്ഷേത്രത്തിൽ നടത്താൻ പോകുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ചാണെങ്കിലും, എന്തു തന്നെയാണെങ്കിലും ദേവഹിതം അറിയാൻ വേണ്ടി ദേവപ്രശ്നം വെക്കും. ആ ദേവപ്രശ്നത്തില് അതിന് പണ്ഡിതന്മാരും തന്ത്രിമാരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് അവസാനം ദേവഹിതം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തന രീതി. അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ദേവപ്രശ്നങ്ങൾ വെക്കുകയും ആ ദേവപ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാരും ജ്യോത്സ്യന്മാരും ക്ഷേത്രത്തിന്റെ പണ്ഡിതന്മാരുമായിട്ടുള്ള സഭ കൂടി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ സ്ഥിരമായി നടക്കുന്ന കാര്യമാണിത്, പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ള സഭ കൂടിയിട്ട് അവർ നിശ്ചയിക്കാം ഈ മാറ്റം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആ മാറ്റം കൊണ്ടുവരാൻ ഹിന്ദു സമൂഹത്തിന് യാതൊരു മടിയുമില്ല. എല്ലാ വർഷവും കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില കലാപരിപാടികൾ വേണമോ വേണ്ടയോ, വെടിക്കെട്ട് വേണോ വേണ്ടയോ, ആന വേണമോ വേണ്ടയോ, ആന പിടിയാനയാണോ വേണ്ടത്, കൊമ്പനാനയാണോ വേണ്ടത്, രഥമാണോ വേണ്ടത്, പല്ലക്കാണോ വേണ്ടത്,
എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എല്ലാ വർഷവും ഇതുപോലെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രവും എന്നല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു നടപടിക്രമമാണ്. അപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ കേരളത്തിന്റെ ക്ഷേത്രങ്ങൾ ഇതുപോലെ ഒരു കാര്യം ഗൗരവമായി എടുക്കുകയും അതിൽ ദേവഹിതം നോക്കി അതനുസരിച്ച് ഉചിതമായ തീരുമാനത്തിലേക്ക് മാറുകയും ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കേരളത്തിലുണ്ട്. പക്ഷേ ഇത് പറയാൻ മുഖ്യമന്ത്രി ആരാ? ഈ പിണറായി വിജയൻ ആരാ ഇത് പറയാൻ? പിണറായി വിജയൻ ഇത് പറയുമ്പോൾ അയാൾ ഒരു ഹിന്ദു മുഖ്യമന്ത്രി അല്ല, ഹിന്ദു സന്യാസിയല്ല, ഹിന്ദു മഠാധിപതിയല്ല. എന്നിലില്ല, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം എന്ന് പറഞ്ഞിട്ട് മാനവരക്തത്തിന് മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പിണറായി വിജയനോട് എനിക്കൊരു ചോദ്യമുണ്ട്. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറണം എന്ന് പറയാൻ ഈ പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കുന്നു. തന്റെ ഇടമുണ്ടോ പറയാൻ? മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ അവകാശം കൊടുക്കണമെന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ? അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് കുർബാന നടത്തണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അഭിമുഖമായി, ഭക്തർക്ക് അഭിമുഖമായി നിന്ന് കുർബാന നടത്തണം. വലിയ തർക്കമാണ്. അങ്ങ് സുപ്രീം കോടതി വരെ പോയ കേസാണ്. തന്റെ ഇടമുണ്ടോ പിണറായി വിജയന് എങ്ങനെയാണ് കുർബാന നടത്തേണ്ടതെന്ന്? ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ്, ഞാൻ പ്രഖ്യാപിക്കുകയാണ് സാമൂഹ്യ പരിഷ്കരണമാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയുടെ പള്ളി കുർബാന നടത്തുന്നതിനെ കുറിച്ച് പിണറായി വിജയൻ അഭിപ്രായം പറയാൻ തന്റെ ഇടമുണ്ടോ? എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ നേരെ മാത്രം അഭിപ്രായം പറയാൻ പോകുന്നത്? ഹിന്ദുക്കൾ പാവങ്ങളാണ്, സഹിഷ്ണുക്കളാണ്, എന്ത് പറഞ്ഞാലും നടന്നോളും എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിവാദം കൊളുത്തി വിടുന്നതിന്റെ പിന്നിൽ വേറൊരു ലക്ഷ്യമുണ്ട്. ഭരണ പരാജയം. സകല സ്ഥലത്തും തോറ്റ് തുന്നം പാടി അവസാനം വയനാട്ടിൽ മൂക്കുകുത്തി വീണ് അങ്ങനെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സെൻസേഷണലും റിലീജിയസുമായിട്ടുള്ള ഒരു കാര്യത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് തന്റെ ഇടത്തോടെ പറയാൻ ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. യഥാർത്ഥത്തിൽ സാർ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പരിഷ്കരണം, ഏത് പരിഷ്കരണവും ആ കാലഘട്ടത്തിന് ആവശ്യമാണെങ്കിൽ അതിനെ വളരെ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചവരാണ് ഹിന്ദു സമൂഹം. കാലാകാലങ്ങളായിട്ട് അതാണ് അതിൻ്റെ ഒരു ചരിത്രം ഒക്കെ ചെയ്യുന്നത്. കാരണം എന്ത് നവമാറ്റങ്ങളെയും പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ ഇവർക്ക് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിലവിൽ ഈ ഒരു ഷർട്ട് ഇട്ടിട്ടും അമ്പലത്തിൽ കയറാം, അത് നമ്മുടെ വ്യാപകമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഈ ദേവപ്രശ്നം തന്നെയാണോ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്? അല്ല, ദേവപ്രശ്നം ഒരു തടസ്സമല്ല, ദേവപ്രശ്നം ഒരു പരിഹാരമാണ്. ഏത് തടസ്സം വരുമ്പോഴും തടസ്സം നീക്കുന്നത് ദേവപ്രശ്നം വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിന് ഇവിടെ ആരും തടസ്സം പറയുന്നില്ല, അത് പരിഹാരമാണ്. ഇപ്പൊ പണ്ഡിതന്മാരാണെങ്കിലും സന്യാസിമാരാണെങ്കിലും ജ്യോത്സ്യന്മാരാണെങ്കിലും തന്ത്രിമാരാണെങ്കിലും പൂജാരിമാരാണെങ്കിലും മാറ്റങ്ങളെ ഉൾക്കൊണ്ട ചരിത്രം മാത്രമേ ഉള്ളൂ. ഞാൻ ഉദാഹരണങ്ങൾ പറയാമല്ലോ. ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ പാടില്ല എന്ന് പറഞ്ഞ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ വൈദ്യുതി പാടില്ല എന്ന് പറഞ്ഞു, വൈദ്യുതി ഇപ്പൊ പ്രവേശിപ്പിച്ചല്ലോ. ക്ഷേത്രം ഓല കെട്ടി മേഞ്ഞിരുന്ന കാലത്ത് ഓടിടാൻ പാടില്ല എന്ന് പറഞ്ഞു, ക്ഷേത്രത്തിന് ഓടിട്ടല്ലോ. ക്ഷേത്രം ഓടിട്ട കാലത്ത് കോൺക്രീറ്റ് പാടില്ല എന്ന് പറഞ്ഞു, കോൺക്രീറ്റ് ചെയ്തല്ലോ. പണ്ട് ചെമ്പോല കൊണ്ടോ പനയോല കൊണ്ടോ മാത്രം മേഞ്ഞിരുന്ന ക്ഷേത്രങ്ങളൊക്കെ ഇപ്പൊ കോൺക്രീറ്റ് ക്ഷേത്രങ്ങളായി മാറിയല്ലോ. പല ക്ഷേത്രങ്ങളും കേരളത്തിന് പുറത്തു പോയാൽ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രം AC ചെയ്യാമല്ലോ. യന്ത്രം കൊണ്ട് അരയ്ക്കുന്നുണ്ടല്ലോ. എന്തിനേറെ ശബരിമലയിലൊക്കെ മഹാക്ഷേത്രങ്ങളിലൊക്കെ പായസം ഉണ്ടാക്കാൻ, നിവേദ്യം തയ്യാറാക്കാൻ, അരവണ പാകപ്പെടുത്താൻ, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഇപ്പോൾ ആധുനിക സ്റ്റൗ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുപോലെ ക്ഷേത്ര ഓഫീസുകളും സംവിധാനങ്ങളും കമ്പ്യൂട്ടറൈസ് ചെയ്തല്ലോ. ക്ഷേത്രത്തിലെ കാണിക്ക ഇടാൻ വേണ്ടി ഇപ്പോൾ ആധുനിക ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ക്ഷേത്രങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഏതു മാറ്റത്തെയും ഉൾക്കൊള്ളാൻ ക്ഷേത്രങ്ങൾ തയ്യാറാണ്. അത് മറ്റ് ഇതര മതങ്ങളെക്കാൾ വേഗത്തിൽ ഈ മാറ്റം ഉൾക്കൊള്ളുന്ന സമൂഹമാണ് ഹിന്ദു സമൂഹം. അതിനെ വിവാദമാക്കുന്നതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് അതിന് മുഖ്യമന്ത്രി അതിൽ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് അതിനൊട്ട് അവകാശവുമില്ല. ഇപ്പൊ ഇതില് വെള്ളാപ്പള്ളി നടേശനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങള് കുറെ കാലങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പൂണൂര് കാണാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം ഊരിയിരുന്നത്. കണിച്ചുകുളങ്ങര പോലുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ എത്രയോ കാലമായി ഷർട്ടിട്ട് കയറുന്നു എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി
പറയുന്നത്. SNDPയുടെ ക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾക്ക് ഷർട്ട് ഇട്ടിട്ട് കയറാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ശരിയാണ്. വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യങ്ങൾ പറഞ്ഞതുപോലെ പാലിക്കുന്ന ആളാണ്. SNDPയുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ട് പ്രവേശിക്കാം, യാതൊരു പ്രശ്നവുമില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിൽ, SNDP ക്ഷേത്രങ്ങളിൽ പോലും ഷർട്ട് ഊരുന്ന സമ്പ്രദായം ഉണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ അറിവനുസരിച്ച് SNDPയുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ട് പ്രവേശിക്കാം. അങ്ങനെ ഷർട്ടിട്ട് പ്രവേശിക്കാവുന്ന ക്ഷേത്രമാണല്ലോ ശബരിമല, എന്നാൽ ഗുരുവായൂർ പറ്റില്ല. അങ്ങനെയൊക്കെ പല വ്യത്യാസമുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു വലിയ കള്ളമാണ്, പൂണൂല് കാണാൻ വേണ്ടിയാണ്, ബ്രാഹ്മണനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഷർട്ട് ഇടാതെ കയറണം. അത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി എന്ന് അവനെയൊക്കെ വിളിക്കേണ്ടത്. കാരണം അത് ഭീകരപ്രവർത്തനമാണ്, ബൗദ്ധിക തലത്തിൽ നടക്കുന്ന ഭീകരപ്രവർത്തനമാണ്. ഞാൻ പറയുന്നു, ഇവിടെ ബ്രാഹ്മണന് മാത്രമല്ല പൂണൂലുള്ളത്, ഇവിടെ വിശ്വകർമ്മ പൂണൂലിടുന്നുണ്ട്, പല സമുദായക്കാരും പൂണൂലിടുന്നുണ്ട്, പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പൂണൂലിടുന്നവരുണ്ട്, OBC പൂണൂലിടുന്നുണ്ട്. അപ്പൊ പൂണൂലിടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ദൗത്യം പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ ദൗത്യത്തിൽ ഇരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യത നേടുകയോ ചെയ്തതിന് ശേഷവും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യുന്ന ഒരു കർമ്മമാണ് പൂണൂലിടുക എന്ന് പറയാം. അപ്പോൾ അതിന് ഓരോ സമുദായത്തിലും ഓരോ അർത്ഥമാണുള്ളത്. അല്ലാതെ പൂണൂലിടുന്ന ബ്രാഹ്മണനാണെന്ന് പറയുന്ന പച്ച കള്ളം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന്റെ ശുദ്ധമായ തെളിവാണ്. അതുകൊണ്ട് അങ്ങനെയല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇപ്പോ ദളിതരായിട്ടുള്ള നിരവധി ആളുകൾ താന്ത്രിക് വിദ്യകളൊക്കെ പഠിച്ചുകൊണ്ട് പൂണൂലിട്ടുകൊണ്ട് മേൽശാന്തികളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. മാത്രമല്ല, നമ്മുടെ വീടുകളില്, ഹിന്ദു വീടുകളില് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസം, 16 ദിവസം, 12 ദിവസം, 7 ദിവസം, 8 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന പൂജാതി ചടങ്ങുകളുണ്ട്, കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തി മരിച്ചയാളിന്റെ പുത്രനോ പുത്രിയോ ഒക്കെ ആയിരിക്കും. അവര് പൂണൂലിടണം. അവര് പൂണൂലിട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ ജാതിയിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ പൂണൂലിന്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ആ പൂണൂൽ എന്ന് പറയുന്നതിന് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല. പിന്നെ എന്തുകൊണ്ടാണ് കേരള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്ന സമ്പ്രദായം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി ഞാൻ അതിന്റെ യഥാർത്ഥ വസ്തുത പറയാം. ഇത് കേരളം ചർച്ച ചെയ്യാത്ത വസ്തുതയാണ്. അതായത് കേരളത്തിലെ 3 രാജാക്കന്മാരെ എടുക്കുക. തിരുവിതാംകൂർ രാജാവ്, കൊച്ചി രാജാവ്, മലബാറിലെ സാമൂതിരി. കേരളത്തിൽ എവിടെയെങ്കിലും കേരളത്തിലെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടിയതായിട്ട് കണ്ടിട്ടുണ്ടോ? തിരുവിതാംകൂർ മഹാരാജാവിന് കൊട്ടാരമൊക്കെ തിരുവനന്തപുരത്ത് എന്നാൽ കാണാമല്ലോ. ഒരു കൊട്ടാരമല്ല, പല കൊട്ടാരങ്ങളുണ്ട്. ഒരു കൊട്ടാരത്തിന് കോട്ടയില്ല, കിടങ്ങുമില്ല. കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരം കോട്ടയില്ല, കിടങ്ങില്ല. സാമൂതിരിയുടെ കൊട്ടാരം കോട്ടയില്ല, കിടങ്ങില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം കേരളത്തിലെ ഒരു രാജ കൊട്ടാരത്തിനകത്ത് നിധി സൂക്ഷിച്ചു വെച്ചിട്ടില്ല. കേരളത്തിലെ രാജാക്കന്മാര് സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത് ക്ഷേത്രങ്ങളിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉദാഹരണം. അതുപോലെ കൊച്ചി മഹാരാജാവിന്റെ ശ്രീവല്ലഭ ക്ഷേത്രം, തൃപ്പൂണിത്തുറ, പൂർണ്ണത്രയീശ ക്ഷേത്രം, ശ്രീവല്ലഭ ക്ഷേത്രം ഇവിടെയാണ്, തിരുവല്ലയിലാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രം, അവിടെ സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് എടുത്ത് വിറ്റിട്ടാണ് ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തീവണ്ടിപ്പാത കൊണ്ടുവന്നത്. അന്ന് ധാരാളം പേര് എതിർത്തു. അന്ന് എതിർത്തവരെ എല്ലാം വിളിച്ച് രാജാവ് മുറിക്കകത്ത് കയറ്റി വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പണ്ഡിതന്മാരായിരിക്കും, നിങ്ങൾ വലിയ തന്ത്രിമാരായിരിക്കും, നിങ്ങൾ വലിയ ജ്യോത്സ്യന്മാരായിരിക്കും, പക്ഷേ ഇതിന് യാതൊരു സംശയവുമില്ല, രാജ്യരക്ഷയ്ക്ക് വേണ്ടി, രാജ്യപുരോഗതിക്ക് വേണ്ടി ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തീവണ്ടിപ്പാത കൊണ്ടുവരാൻ വേണ്ടി പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ മുഴുവൻ സമ്പത്തും, അവിടുത്തെ വജ്രവും അവിടുത്തെ സ്വർണവും അവിടുത്തെ തങ്കവും ഞാൻ എടുത്ത് വിൽക്കാൻ പോവാണ്. എതിർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോ തല കാണില്ല ഉടലിൽ എന്ന് പറഞ്ഞു. ഒരുത്തനും മിണ്ടിയില്ല. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ഒരു മാല മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ വിറ്റ പണം കൊണ്ടാണ് ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തീവണ്ടിപ്പാത കൊണ്ടുവന്നത്. അത്രയും വലിയ പരിഷ്കാരം ലോകത്ത് മറ്റേതെങ്കിലും ഒരു മതത്തിൽ ഏതെങ്കിലും ഒരു അധികാരി രാജാവ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഹിന്ദുക്കൾ എതിർത്തോ? ഹിന്ദുക്കൾ എതിർത്തില്ല. ഹിന്ദുക്കൾ രാജാവിന്റെ കൂടെ നിന്നു. ഹിന്ദുക്കൾ തന്ത്രിയുടെ കൂടെ നിന്നില്ല, പൂജാരിയുടെ കൂടെ നിന്നില്ല, ജ്യോത്സ്യന്റെ കൂടെ നിന്നില്ല. ഹിന്ദുക്കൾ തന്ത്രിയുടെ കൂടെ നിന്നു, രാജാവിന്റെ കൂടെ നിന്നു. അതുപോലെ തന്നെ മലബാറിൽ നോക്കൂ,
മലബാറിലെ സാമൂതിരിയുടെ കൊട്ടാരവും സാമൂതിരിയുടെ കോട്ടകൊത്തളങ്ങളും കോട്ടയമില്ലല്ലോ. എന്താണ്? ക്ഷേത്രങ്ങളിലാണ് സമ്പത്ത്. ഗുരുവായൂർ ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങൾ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിനകത്തെ സമ്പത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് അവര് ക്ഷേത്രത്തിനകത്ത് കയറിയാൽ അവര് കാണാൻ പോകുന്ന ഈ സമ്പത്താണ്. കാരണം ക്ഷേത്രത്തിനകത്ത് പഞ്ചലോക വിഗ്രഹം, സ്വർണ്ണ വിഗ്രഹം, തങ്ക വിഗ്രഹം, അതുകൂടാതെ പുരാവസ്തുക്കൾ, ഈ വിഗ്രഹങ്ങളെക്കാൾ വില പിടിപ്പുള്ള നിരവധി പുരാവസ്തുക്കളുണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞ് സമയം കളയുന്നില്ല. എങ്കിൽ പോലും എന്റെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു വിളക്കിരിപ്പുണ്ട്. ആ വിളക്ക് കത്തിച്ചാൽ ഒരു വശത്തും നിഴല് വീഴില്ല. ആൽവിളക്കെന്നാണ് പേര്. അതിന് സ്വർണ്ണ വിഗ്രഹത്തെക്കാൾ കൂടുതൽ വിലയുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിലെ കുറുന്തോട്ടി കൊണ്ട് തൂണുള്ള ഒരു ക്ഷേത്രമുണ്ട്, കിടങ്ങൂർ ക്ഷേത്രം. അത് അങ്ങനെ നിരവധിയായ ലക്ഷക്കണക്കിന് അമൂല്യമായ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് അവരിതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് കയറി ഇതൊക്കെ ഒന്ന് കാണാൻ ഈ കോട്ടും സൂട്ടും തലപ്പാവും വെച്ച സായിപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ആ കാലത്ത് ബുദ്ധിയുള്ള ആൾക്കാര് ഈ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ പാൻസ് പാടില്ല, തലപ്പാവ് പാടില്ല, കോട്ട് പാടില്ല, ഷർട്ട് പാടില്ല എന്ന് നിയമം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചപ്പോൾ സാഹിബിന് പേടിയായി. ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ സമൂഹം എതിരാവും. സമൂഹം എതിരായി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാഹിബിനെ ക്ഷേത്രത്തിനകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടി ഇടക്കാലത്ത് ബുദ്ധിമാന്മാരായ ഭരണാധികാരികളും അന്നത്തെ തന്ത്രിമാരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ പാൻസ് പാടില്ല, ഷർട്ട് പാടില്ല, തലപ്പാവ് പാടില്ല, കോട്ട് പാടില്ല, തൊപ്പി വെക്കാൻ പാടില്ല എന്നൊക്കെ. അത് ബ്രിട്ടീഷുകാരനെ ക്ഷേത്രത്തിൽ. അതെ സാർ, പക്ഷെ അതിന് മറ്റു ചില ആളുകൾ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എളിമയും വിനയൊക്കെ ആ ഒരു ഭാവം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ ഒഴിവാക്കിയത്. ബ്രാൻഡ് പാടില്ല, ലളിതമായ വസ്ത്രം ധരിക്കുക തുടങ്ങിയ അങ്ങനെയും പറയുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു അർത്ഥം തീർച്ചയായിട്ടും ഉണ്ട്. ക്ഷേത്ര ദർശനത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുമ്പോൾ ക്ഷേത്ര സമീപത്തിലുള്ള കുളത്തിലോ നദിയിലോ കുളിച്ചിട്ട് ഒറ്റമുണ്ട് ഈറനായിട്ട് ഉടുത്തിട്ട് വേണം വരാൻ എന്നുള്ളതാണ്. അത് സ്ത്രീകളാണെങ്കിൽ മാറുമറച്ചിട്ട്, പുരുഷന്മാരാണെങ്കിൽ മാറുമറച്ചോ മറയ്ക്കാതെയോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതായത് വിനയാന്വിതമായിട്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം നോക്കൂ, അതൊക്കെ വളരെ ഇടുങ്ങിയതാണ്, ചെറുതാണ്. അപ്പോ അതിലൊക്കെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ആ വിനയം എന്നുള്ളതൊക്കെ വളരെ ശരി തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ വിനയം ഇല്ലാത്തത് കൊണ്ടാണ് VIP ദർശനം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പോകുന്നത്. VIP കളായിട്ട് ആ ദേവന്റെ ദേവിയുടെ മുമ്പിൽ ചെല്ലുമ്പോ ആരാ VIP? അപ്പൊ ദേവനേക്കാൾ വലിയ VIP നമ്മൾ കണ്ടു ശബരിമലയില്. അതെ അതെ. അപ്പോ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കാം. എന്തായാലും മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റങ്ങൾ ക്ഷേത്രാചാര പ്രകാരം ദേവപ്രശ്നം വെച്ച് പണ്ഡിതസഭ കൂടി അവരുടെ തീരുമാനത്തോടു കൂടി നടപ്പാക്കുന്നതാണ് ഉചിതം. അതിൽ രാഷ്ട്രീയക്കാർ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഭരിക്കാൻ പറഞ്ഞാലോട് ഭരിച്ചാൽ മതി. അതെ, എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.